ഏതും ജാതി പ്ലാന്റേഷൻ നേഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ചോദ്യം നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റിയുടെ ജാതിക്കായുടെ പത്രിയുടെയും തൂക്കമാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു പൊള്ളാച്ചി വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 18 ഗ്രാമോളം തൂക്കമുള്ള ഒരു കായാണ്. ഇതിപ്പം നമ്മുടെ ഒരു 3ാമത്തെ വർഷം കായ്ച്ച ചെടിയിൽ നിന്ന് നമ്മൾ ഇന്ന് എടുത്ത കായുടെ തൂക്കമാണ്. ഇതാണ് നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റിയുടെ ജാതിക്കായി. അതിൻ്റെ പത്രി ഏറെക്കുറെ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് പൊതിഞ്ഞ് വരും. ചെറിയ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഞുള്ളി എടുത്തപ്പം പറ്റിയതാണ്, പൊളിക്കാൻ തുടങ്ങിയതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൂർത്തിരിക്കുന്ന ഒരു ഇനമാണ് പൊള്ളാച്ചിയുടെ പത്രി. അതിൻ്റെ കായ് ഇത് ഏകദേശം ഒരു ആവറേജ് നമുക്കൊരു 17 ഗ്രാം 18 ഗ്രാം തൂക്കം രണ്ടും കൂടെ കിട്ടുന്നുണ്ട് പൊള്ളാച്ചി ഇനത്തിൽ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളാച്ചി ഇനം കണ്ടമാനം ജാതിക്കായി ഉണ്ടാകും എന്നുള്ളതാണ് പൊള്ളാച്ചി ഈ വെറൈറ്റിയുടെ പ്രത്യേകത. രണ്ടാമത്തത് എല്ലാ വർഷവും ഒരുപോലെ കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് പൊള്ളാച്ചി വെറൈറ്റി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ജാതിയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വർഷങ്ങളിൽ നന്നായിട്ട് കായ്ക്കുകയും ഇടയ്ക്കത്തെ ആ വർഷത്തിൽ കായ്കളിൽ ഇച്ചിരി എണ്ണം കുറയും. ആ സമയത്ത് ജാതി വളരുകയും ചെയ്യുന്നത് ഒരു പ്രകൃതമാണ് പൊതുവെ ജാതി മരത്തിന് കണ്ടുവരുന്നത്. എന്നാൽ ഈ പൊള്ളാച്ചി ഇനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളാച്ചി ജാതിത്തൈയുടെ വളർച്ച വളരെ കുറവാണ്. കാരണം എല്ലാ വർഷവും അതിൽ ഒരേപോലെ തന്നെ ഈൽഡ് ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണ് പൊള്ളാച്ചി. അതാണ് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത. ഒരു നമ്മുടെ ഈ പ്ലാവിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന പോലെ ഈ ജാതിയിലൊരു വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന പോലെയാണ് ഇതിൻ്റെ കാര്യം. എപ്പോഴും ഇതിൽ കായ്കൾ കാണും, പത്രി നല്ല ഫസ്റ്റ് ക്വാളിറ്റി പത്രി കാണും, നല്ല തൂക്കമുണ്ട്. എന്നാൽ എപ്പോഴും ഇതിൽ എല്ലാ വർഷവും കായ്കൾ ഒരേപോലെ തന്നെ കാണുകയും ചെയ്യും. അതായത് ഒരു വർഷം പോലും കുറയുന്നില്ല. ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിപ്പം 3 കായ്കളിലും കൂടെ 48 ഗ്രാമുണ്ട്. ഇപ്പം ഒരു കായ 17 ഗ്രാം 16 ഗ്രാം ആ റേഞ്ചിലാണ് കായും പത്രിയുടെയും തൂക്കം വരുന്നത്. പൊള്ളാച്ചിക്ക് സാധാരണയായിട്ടൊരു 65 കായ്ക്ക് നമുക്ക് 1 കിലോ കിട്ടും. പത്രിയാണെങ്കിൽ പോലും ഒരു 4 ഗ്രാം പത്രിയൊക്കെ നമുക്ക് പൊള്ളാച്ചി ഇനത്തിൽപ്പെട്ട പത്രിയിൽ നിന്ന് കിട്ടും. ഇത് പൊള്ളാച്ചി വെറൈറ്റിപ്പെട്ട പത്രികളാണ്, പത്രിയും കായുമാണ്. ഇതിപ്പോൾ ഒരു 3 വർഷമായ ചെടിയിൽ നിന്ന് നമ്മൾ പറിച്ച കായാണ്. ഇതിൻ്റെ വലിയ മെച്ചുറായ പ്ലാന്റുകൾ ഇച്ചിരി കൂടെ വലിപ്പം കൂടുതലുള്ള കായ്കളും നമുക്ക് ലഭിക്കാറുണ്ട്. ഇത് നമ്മുടെ ഏതൻ സെലക്ഷൻ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ജാതിക്കായാണ്. ഇതും ഇപ്പം നമ്മുടെ 3 വർഷമായ 4ാമത്തെ വർഷത്തിലോട്ടായിട്ടുള്ള ജാതിയിൽ നിന്ന് പറിച്ച കായാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇത് വരും. കാരണം ഇതിനകത്ത് തൂക്കം വരും. നമ്മുടെ നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം, കായ തന്നെ 18 ഗ്രാം തൂക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് 3ാമത്തെ വർഷം ആയപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. 3ാമത്തെ വർഷം ആദ്യമായിട്ട് കായ്ക്കുന്ന തയ്യലുണ്ടായിരിക്കുന്ന കായാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള വെയിറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം കായും പത്രിയും കൂടി കൂട്ടി നമുക്ക് 17-18 ഗ്രാമാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് തൂക്കം വരുന്നത്. ഇത് നമ്മുടെ ഏതൻ സെലക്ഷൻ എന്ന് പറയുന്ന വെറൈറ്റിയുടെ പത്രിയാണ്. പത്രിയും ജാതിക്കായും കൂടെയാണ്. ഏകദേശം ഒരു 18 ഗ്രാമാണ് ഇതിൻ്റെ അകത്ത് പത്രിയും കായും കൂടെ വന്നിരിക്കുന്നത്. എന്നാൽ സാധാരണ രീതിയിൽ നമുക്ക് ഏതൻ സെലക്ഷൻ്റെ കായ്ക്ക് മെച്ചുർഡായ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നത് ആവറേജ് ഒരു കായ മാത്രം 18 ഗ്രാം, പത്രി ഒരു 6 ഗ്രാമും കൂടി കൂടിയിട്ടാണ് നമുക്ക് കിട്ടാറ്. ഇതിന് ഇച്ചിരി കൂടെ വലിപ്പമുണ്ട്. ഇതുപോലത്തെ കായ്കളാണ്. കായ്കൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇതിപ്പം സാധാരണ ഒരു നാടൻ ജാതിയിൽ ഉണ്ടായേക്കുന്ന കായാണ്. അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ നോക്കണം. ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ഇത് 2 കായകളോളം തൂക്കം വരുന്നതാണ് ഏതൻ സെലക്ഷൻ്റെ കായ്കൾ. ഈ വെറൈറ്റിയുടെ നമ്മൾ നേരത്തെ തൂക്കി കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തൈകളിൽ നിന്ന് പറിച്ചാണ്. ഈ ഇരിക്കുന്ന കായകളെല്ലാം 4 വർഷം ആയ ജാതി തൈകളിൽ നിന്ന് പറിച്ച കായകളാണ്. ഇതിനേക്കാളും തൂക്കം മെച്ചൂർഡ് ആവുന്ന സമയത്ത്, അതായത് ഒരു 7ാമത്തെ വർഷം തൊട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഏതൻ സെലക്ഷൻ്റെ കായകളാണ് ഈ 3 ഇരിക്കുന്നത്. ഇത് സാധാരണ നേഴ്സറിയിൽ നിന്ന് ബഡ് ചെയ്ത് മേടിച്ചൊരു തയ്യലുണ്ടായ കായാണിത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു കായകളാണ്. കായും പത്രിയുടെയും കൂടെ തൂക്കം 7 ഗ്രാം മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇത് എത്ര കായ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ കൂട്ടി നോക്കാം. അപ്പം ഇത് നമ്മൾ ഒരു നേഴ്സറിയിൽ നിന്ന് ബഡ് ചെയ്ത തൈകൾ മേടിച്ച് വെച്ചതാണ്. നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായതാണ്. 3 വർഷമേ ആയിട്ടുള്ള തൈയും. പക്ഷേ ഇതിൻ്റെ തൂക്കം വളരെ ദയനീയമാണ്. ഒരു 7 ഗ്രാമോളം ഉള്ളൂ ഇതിൻ്റെ തൂക്കം വരുന്നുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള തൈകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജാതിക്കായാണ് കർഷകർക്ക് എപ്പോഴും നല്ലത്. കർഷകർക്ക് എപ്പോഴും വെക്കാൻ നല്ലത് ഇതുപോലെ ഇരട്ടി തൂക്കമുള്ള കായും പത്രിയും ഉള്ളതാണ്. ഇത് ഫസ്റ്റ് ക്വാളിറ്റി പത്രിയായിട്ടും പോകും.
ഇതിപ്പോൾ നമ്മുടെ ഏതൻ സെലക്ഷൻ്റെ ഇതിനകത്തിപ്പോൾ എല്ലാ പത്രികളും ഉണ്ട്. നല്ല ഫസ്റ്റ് ക്വാളിറ്റി പത്രികളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പത്രികളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ പത്രികളെല്ലാം നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നതാണ്. കാരണം ഇതൊക്കെ നല്ല ഫ്ലവറായിട്ട് ഇപ്പോൾ ഏതൻ സെലക്ഷൻ വെറൈറ്റിയുടെ പത്രിയാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതുമായിട്ട് വെച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൻ്റെ പത്രിയുടെ ഒരു അവസ്ഥ കാണുമ്പോൾ അറിയാം. ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വിൽക്കാൻ പറ്റുന്ന ഇനങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ പത്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും, പക്ഷേ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇതിൻ്റെ തൂക്കം കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. 1 ഗ്രാം തൂക്കമാണ്. അപ്പം പച്ചപ്പത്രി 1 ഗ്രാം തൂക്കം എന്ന് പറയുമ്പോൾ 1000 പത്രി വേണം നമുക്ക് 1 കിലോയ്ക്ക്. ഉണങ്ങി വരുമ്പോഴത്തേക്കിന് അത് 1500-ഉം 2000-ഉം വേണം. ഇതൊക്കെ നമ്മൾ നേഴ്സറികളിൽ നിന്ന് മേടിച്ച് വെച്ച നല്ല ഇനം ബഡ്ഡുകളാണെന്ന് പറഞ്ഞ് തന്ന നമ്മുടെ തോട്ടത്തിലുണ്ടായ ഒരെണ്ണമാണ്. അപ്പം നമ്മൾ ഇന്നത് പറിച്ചപ്പം ഇത് പ്രത്യേകം മാറ്റിയിട്ടിരുന്നതായിരുന്നു. കാരണം ഇത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ കായയുടെ തൂക്കം കണ്ടാലും അറിയാം, 5 ഗ്രാമാണ് അതിൻ്റെ കായയുടെ തൂക്കം. അതായത് 200 കായോളം വേണം ഇതിൻ്റെ തൂക്കത്തിന്. ഈ കായ്ക്ക് വേറൊരു പ്രത്യേകത കൂടി പറയാനുള്ളത്, നമ്മുടെ ശ്രീലങ്കൻ അഥവാ സിലോൺ എന്നറിയപ്പെടുന്ന വെറൈറ്റി ഉണ്ട്. അതായത് 10 ഗ്രാമോളം പച്ചപ്പത്രിക്ക് തൂക്കം വരുന്ന 150-160 കായ്ക്ക് തൂക്കം വരുന്ന പത്രിയുള്ള ശ്രീലങ്കൻ അഥവാ സിലോണിൻ്റെ ജാതിക്കായുടെ കുരുവിനും ഇത്രയും വലിപ്പമേ വരാറുള്ളൂ. പക്ഷേ ഇത് ആ വെറൈറ്റി അല്ല. ശ്രീലങ്കൻ്റെ കുരുവിനും ഇത്രയും തൂക്കമേ വരാറുള്ളൂ. അതായത് ഏകദേശം 200 കായൽ കൂടുതൽ അതിൻ്റെ തൂക്കം വേണ്ടി വരും. യഥാർത്ഥ സിലോണിൻ്റെ കായ്ക്ക് ഈ തൂക്കം മാത്രമേ വരത്തുള്ളൂ. ഇത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പത്രിക്ക് നല്ല തൂക്കമുണ്ട്. 160 പത്രിക്ക് 1 കിലോ കിട്ടുന്ന ഏറ്റവും നല്ല തൂക്കമുള്ള ഒരു വെറൈറ്റിയാണ് ശ്രീലങ്കൻ. ശ്രീലങ്കൻ്റെ കായ നമുക്ക് ആയിട്ടില്ല. നമുക്കത് ആകുമ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നിരിക്കുക. ഇത് നമ്മുടെ മഞ്ഞപ്പത്രിയാണ്. ഇത് പിഞ്ച് കായൊന്നും പൊട്ടിയതൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിൽ മഞ്ഞപ്പത്രിയായിട്ട് കിട്ടിയിരിക്കുന്ന മഞ്ഞപ്പത്രി കായാണ്. അപ്പം ഇത് ഇച്ചിരി കൂടെ മൂപ്പം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് പറിച്ചെടുത്തതാണ്. എന്നാലും ഇതാണ് നമ്മുടെ മഞ്ഞപ്പത്രി. ഈ മഞ്ഞപ്പത്രിയുടെ തൂക്കം നമുക്ക് നോക്കാം. ഏകദേശം 14 ഗ്രാമോളമാണ് ഇതിൻ്റെ തൂക്കം വരുന്നത്. മഞ്ഞപ്പത്രിയുടെ യഥാർത്ഥത്തിൽ ഈ പത്രി 6 ഗ്രാം വരെ തൂക്കമുള്ള പത്രി നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ കായ്കൾ ആവറേജ് ആയിട്ട് 10 ഗ്രാമിൽ താഴെയാണ് കാണിക്കാറ്. എന്നാൽ 6 ഗ്രാമോളം പത്രിക്ക് തൂക്കം നമുക്ക് എപ്പോഴും ലഭിക്കുന്നൊരു ജാതിക്കാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ഗ്രാമിൻ്റെ പത്രി ഉണങ്ങിയാൽ 1.5-2 ഗ്രാമിലോട്ടത് ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അതായത് നമുക്ക് 500-നടുത്ത് പത്രി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് 1 കിലോയൊക്കെ കിട്ടാറുള്ളൂ. അതിലും താഴ്ന്നു പോകുന്ന അവസ്ഥയാണ്. നമ്മളിപ്പം നേഴ്സറിയിലൊക്കെ വരുന്നവരോട് പറയാറുണ്ട് 800ഓളം പത്രിയാണ് ഇത് ചെയ്യണമെങ്കിൽ. ഇത് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയൊരു ഇനമേ അല്ല മഞ്ഞപ്പത്രി. ഓർണമെൻ്റലായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഇനമാണ്. ആരും ഇത് കൊമേഴ്ഷ്യലായിട്ട് കൂടുതൽ എണ്ണമൊന്നും എങ്ങും വെക്കുന്നതായിട്ടും കാണുന്നില്ല. അങ്ങനെ വെക്കാൻ കൊള്ളുന്ന ഒരു ഇനമല്ല. പക്ഷേ ജാതി മരത്തിൽ കണ്ടമാനം കായ്കൾ പിടിക്കുന്നുണ്ട്. ജാതിക്ക് വളർച്ചയും നന്നായിട്ടുണ്ട്. മഞ്ഞപ്പത്രി ജാതിക്ക് നന്നായിട്ട് വളർച്ചയുണ്ട്. ഇതൊരു ഓർണമെൻ്റൽ വെറൈറ്റി ആയിട്ട് മാത്രം വെക്കുക. ഒരിക്കലും കർഷകർക്ക് കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഒരു വെറൈറ്റി അല്ല മഞ്ഞപ്പത്രി വെറൈറ്റികൾ. ഇതൊക്കെ നമ്മുടെ മറ്റുള്ള നേഴ്സറികളുടെ തൈകളൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്താണല്ലോ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല. നമ്മുടെ അറിയപ്പെടുന്ന ഒരു നേഴ്സറിയുടെ തൈകളാണ്. ഇത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇത് ഏത് വെറൈറ്റി ആണെന്നൊക്കെ. പക്ഷേ ഞാനത് അതിൻ്റെ പേര് പറയുന്നില്ല. കാരണം മറ്റൊരാളുടെ സാധനമാണ്, അവർ വിൽക്കുന്ന ഒരു തൈയാണത്. അപ്പം നമ്മളതിൻ്റെ പേര് പറയുന്നില്ല. ഇതിൻ്റെ തൂക്കം കൊണ്ട് നമുക്കൊന്ന് നോക്കാം. 12 ഗ്രാമൊക്കെ തൂക്കമുണ്ട് ജാതിക്കായും പത്രിയും കൂടെ. തീരെ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അതിലും 10 ഗ്രാമിൽ താഴെയുള്ള കായ്കളൊക്കെ കിട്ടിയതുകൊണ്ട് ഇത് തീരെ മോശമാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കത്തില്ല. അപ്പം 12-14 ഗ്രാമൊക്കെ വരുന്ന കായ്കളും അതിൻ്റെ അകത്തുണ്ട്. അപ്പം അത് നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. തീരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഈ ജാതി കായ്ക്കുന്നില്ല എന്നുള്ള ഒരു പരാതി നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൊരു ജാതിക്കയാണ് ഇത്. നമ്മുടെ കിണറ്റുകര വെറൈറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജാതിക്കയുടെ പത്രികളൊക്കെ കാണുമ്പോൾ തന്നെ ഈ വെറൈറ്റികളുടെ ഡിഫറൻസ് മനസ്സിലാകും. അപ്പോൾ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇതിപ്പം കിണറ്റുകരയുടെ ഒരു ജാതിക്കയാണ്. അപ്പം കിണറ്റുകരയുടെ ജാതിക്കയ്ക്ക് പൊതുവേ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ കായയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നല്ലതായിട്ടുള്ള ഗ്യാപ്പുകൾ വരാറുണ്ട്. പക്ഷേ കിണറ്റുകര ജാതിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു 14 ഗ്രാം ആയിരിക്കും അതിൻ്റെ ഒരു ആവറേജ് തൂക്കം. ഏത് കായ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 14 ഗ്രാം ആയിരിക്കും തൂക്കം വരുന്നത്. ഇത് 14-15 ഗ്രാമുണ്ട്. അതായത് ഒരു 4 ഗ്രാം പത്രി ആയിരിക്കും കിണറ്റുകരയുടെ പത്രി എപ്പോഴും ഉണ്ടാകുക.
കായ് 10 ഗ്രാമിൽ താഴെ ആയിരിക്കും. അപ്പോൾ അതായത് ഒരു 100-ലധികം 120ഓളം ഒക്കെ കായ്കൾ വേണം 1 കിലോ ആകാൻ. പിന്നെ പത്രിക്ക് 4 ഗ്രാം തൂക്കമുണ്ട്. അതായത് ഏകദേശം ഒരു 250 പച്ചപ്പത്രിക്ക് 1 കിലോ വരുന്നതാണ് കിണറ്റേരിയുടെ ഒരു പ്രത്യേകത. അത് അവരുടെ കായ്കൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ കായ്ക്കും ഇതുപോലെയുള്ള വിത്തുകൾ കാണും. മറ്റുള്ള കായ്കൾക്ക് അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ഏതൻ സെലക്ഷൻ്റെ ഒരു കായാണിത്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനിങ്ങനെ നല്ല കൂമ്പായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടോ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഗ്യാപ്പ് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ജാതിക്കായെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ട വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ പൊള്ളാച്ചി ഇനം. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ നേഴ്സറിയിൽ ഡെവലപ്പ് ചെയ്തൊരു വെറൈറ്റിയാണ് പൊള്ളാച്ചി ഇനം. കർഷകർക്ക് വെക്കാൻ പറ്റുന്നൊരു ഇനമാണ്. നന്നായിട്ട് കായ് പിടിക്കും, നന്നായിട്ട് വിരുന്ന് പോലെ കായ് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഇതിന് നേരത്തെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കായ്ച്ച് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ. അതുകൂടാതെ നമ്മുടെ ഒരു 4 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ളൊരു ചെറിയ ചെടിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കായ്കളെ പറ്റിയിട്ടും പത്രീനെ പറ്റിയിട്ടും ഒന്ന് കാണിക്കണമെന്നുള്ളത്. ഇതാണ് നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റിയിൽപ്പെട്ട ജാതിക്ക. അതിൻ്റെ പ്രത്യേകതയാണ് ഈ കാണുന്നത്. ഫുൾ കവർ പത്രിയായിരിക്കും. നല്ലതായിട്ട് പത്രിയുണ്ട്, നല്ല വെയിറ്റുണ്ട്, എണ്ണം കൂടുതലുണ്ട്. ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ് നമ്മുടെ പൊള്ളാച്ചി ഇനങ്ങൾ. നമ്മൾ കൂടുതലും ലോ റേഞ്ചിൽ വെക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ് കൂടുതലും. ഞങ്ങളുടെ ഇപ്പം കോട്ടയം പോലുള്ള സ്ഥലത്ത് ലോ റേഞ്ചിൽ വെക്കുന്ന വെറൈറ്റികളാണ് കൂടുതലും നല്ലത്. എന്നാൽ ചില വെറൈറ്റികൾ ലോ റേഞ്ചിൽ ഉള്ള വെറൈറ്റികൾ പോലും ഇപ്പം ഇതൊരു ലോ റേഞ്ച് വെറൈറ്റിയാണ്. പക്ഷേ അത് അതിൻ്റെ പത്രിയൊന്നും ഒരു ഫസ്റ്റ് ക്വാളിറ്റി പത്രിയായിട്ട് നമുക്ക് കാഴ്ചയിൽ പോലും ഇല്ല. പക്ഷേ അതിൻ്റെ കായ്ക്ക് നല്ല തൂക്കമുണ്ട്. പത്രിക്ക് എനിക്ക് തോന്നുന്നു 2 ഗ്രാമൊക്കെ തൂക്കമേ ഉള്ളൂ. ഇത് ഞാൻ പൊളിച്ചിട്ടില്ല. ഇത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ആയതുകൊണ്ടാണ് ഇത് പൊളിക്കാത്തത്. ഇതിൻ്റെയൊക്കെ പത്രി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതൊക്കെ ഒരു 2 ഗ്രാം പത്രി മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കി കായുടെ തൂക്കമാണ്. അതായത് 11 ഗ്രാമോ 10 ഗ്രാമോളം കായ്ക്ക് തൂക്കമുണ്ട്. പക്ഷേ ബാക്കിയുള്ളത് പത്രിക്ക് തൂക്കം കുറവുള്ളതാണ്. എന്നാൽ എല്ലാ കായും അങ്ങനെയല്ല. ഇത് ഒരേ മരത്തിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ ഓരോ കവറിലുമായിട്ട് എടുത്തതാണ്, ശേഖരിച്ചതാണ്. കാരണം നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശേഖരിച്ചതാണ്. ഓരോ മരത്തിൻ്റെ കായ്കളാണ്. അത് ഈ പത്രിക കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. അതിൻ്റെ ആ വരകളും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. ഒരേ ഇനത്തിൻ്റെ ജാതികൾ തന്നെയാണെന്നുള്ളത് നമുക്കത് മനസ്സിലാകും. അതാണ് ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ പല വലിപ്പത്തിലും പല രീതിയിലുള്ള, ഇതിലും ചെറിയ കായ്കളും ഇതേ മരത്തിലുണ്ട്. ഇതൊക്കെ ചെറിയ തൈകളിലുള്ള ഇതാണ്. അപ്പം നമ്മളിന്ന് കൂടുതലായിട്ടും പരിചയപ്പെടുത്താനിരുന്നത് നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റി തന്നെയാണ്. നമ്മളിപ്പം ലോ റേഞ്ചിൻ്റെയും ഹൈ റേഞ്ചിൻ്റെയും ഡിഫറൻസ് പറഞ്ഞപ്പം പ്രധാനപ്പെട്ട എടുത്ത് കാണിക്കാൻ പറ്റുന്നൊരു കായാണിത്. ഇതൊരു ഹൈ റേഞ്ച് വെറൈറ്റിയാണ്. വളരെ വേറെ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാകുന്നൊരു ജാതിക്കയാണ്. ഹൈ റേഞ്ച് നന്നായിട്ട് കായ്ക്കുന്ന ഒരു ജാതി ഇനം കൂടിയാണിത്. പക്ഷേങ്കിൽ ലോ റേഞ്ചിൽ നമുക്ക് 3ാമത്തെ വർഷം ഉണ്ടായ ഒരു ജാതിക്കയാണിത്. ഇത് ലോ റേഞ്ചിൽ പറ്റുന്ന ഒരു ജാതിക്കയല്ല. ഇച്ചിരി ചൂടുള്ള പ്രദേശങ്ങളിൽ ആ ജാതിക്കയുടെ പത്രിക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം ഇത് ഹൈ റേഞ്ചിൽ നമ്മൾ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു ജാതിയാണ്. അതിൻ്റെ പത്രിക്ക് ഇതിലും തൂക്കമുണ്ട്. ഇതിപ്പം 16 ഗ്രാം തൂക്കമുണ്ട്. പക്ഷേ ഈ പത്രിക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 2 ഗ്രാം താഴെ മാത്രമേ ഉള്ളൂ. 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം തൂക്കം മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് പത്രി എന്ന് പറയുന്ന സംവിധാനമില്ല. പക്ഷേ ഹൈ റേഞ്ചിൽ ഉണ്ടാകുന്ന കായ്ക്ക് ഇതിൻ്റെ പത്രി താഴോട്ട് തൂങ്ങിക്കിടക്കും, മുട്ട് വരെ ഇച്ചിരി കൂടെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇതുപോലെ ഫില്ലായിട്ട് നിൽക്കേണ്ട ഒരു കായായിരുന്നു. പക്ഷേങ്കിൽ ഇത് ലോ റേഞ്ചിലോട്ട് വന്നപ്പം ഇതിൻ്റെ പെർഫോമൻസ് മാറി. അപ്പം ലോ റേഞ്ചിൽ ഇത് സൂട്ടബിൾ അല്ല എന്ന് തന്നെ നമുക്കും പറയാം. കാരണം ഒത്തിരി ആളുകൾ അത് അഭിപ്രായപ്പെടുന്നുണ്ട്. അതിൻ്റെ ഷേപ്പും ഭംഗിയൊക്കെ നല്ല രസമാണ്. പക്ഷേ ഹൈ റേഞ്ചിലുള്ള കർഷകർ മാത്രം വെക്കുക. ഹൈ റേഞ്ചിലുള്ള കർഷകർക്ക് നല്ലൊരു വെറൈറ്റി കൂടിയാണിത്, മോശമൊന്നുമല്ല. പക്ഷേങ്കിൽ ലോ റേഞ്ചിൽ ഇതിൻ്റെ പ്രശ്നം കായ്ക്ക് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, എണ്ണവും കുറവാണ് ഇത് നമുക്ക് ലോ റേഞ്ചിൽ കിട്ടിയിരിക്കുന്നത്. പക്ഷേ പത്രിക്ക് വലിപ്പമില്ല. യഥാർത്ഥത്തിൽ ജാതി കർഷകർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാതിയുടെ പത്രിക്കാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് വില ലഭിക്കുന്നത്. ഇതിപ്പം ഫസ്റ്റ് ക്വാളിറ്റി പത്രിയാണ്. ഇതിപ്പോൾ ഒരു 280 പത്രി താഴെ മാത്രം വന്ന 1 കിലോ ലഭിക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി പത്രിയാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് ക്വാളിറ്റി പത്രിയാണിത്. അപ്പോൾ ഇതെല്ലാം ഒരു ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്ന പത്രിയാണ്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി പത്രിയുടെ ഇന്നത്തെ മാർക്കറ്റ് വിലയെന്ന് പറയുന്നത് ഏകദേശം 2000 രൂപയ്ക്ക് അടുത്താണ്. 2000 രൂപയ്ക്ക് അടുത്ത് നമ്മളിത് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വില ലഭിക്കും. ഇപ്പം ഞാൻ പ്രോസസ്സ് ചെയ്ത് വെച്ചേക്കുന്ന പത്രി ഉണ്ട്, അതും കൂടെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം.
2000 രൂപയോളം വിലയുണ്ട്. അതായത് ജാതിക്ക മാത്രം ആശ്രയിച്ച് കർഷകർ ജാതി കൃഷി ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. കാരണം ജാതിക്കയ്ക്ക് കിലോയ്ക്ക് 250 രൂപ അല്ലെങ്കിൽ 300 രൂപ മാത്രം ലഭിക്കുമ്പോൾ നമുക്ക് ഈ പത്രിക കിട്ടുന്ന 2000 രൂപയോളം വില ലഭിക്കുന്നു. അതായത് ഈ പത്രികകളുണ്ടെങ്കിൽ മാത്രമേ ജാതി കൃഷി നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ, ജാതി കൃഷി വിജയകരമാകത്തുള്ളൂ. അല്ലെങ്കിൽ പത്രി മാത്രമോ ജാതിക്ക മാത്രമോ ആയിട്ട് നിങ്ങൾ ഒരിക്കലും കോൺസെൻട്രേറ്റഡ് ആയിട്ട് പോകരുത്. കൃഷി ചെയ്യുകയാണെങ്കിൽ രണ്ടും നല്ല രീതിയിൽ കിട്ടുകയും എണ്ണം കൂടുതൽ കിട്ടുകയും ചെയ്യുന്ന വെറൈറ്റികൾ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ജാതി കൃഷി കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ആളുകൾ എന്താണെങ്കിലും മഴയത്തിറങ്ങി ജാതിക്ക പറിക്കേണ്ടി വരും. കഷ്ടപ്പാട് നല്ലതായിട്ടുള്ളൊരു മേഖല തന്നെയാണ് ജാതി കൃഷി. ജാതി കൃഷി വളരെ രസകരമായ ഒരു മേഖലയൊന്നുമല്ല. കാരണം മഴക്കാലത്താണ് കൂടുതൽ ജാതിക്ക പൊട്ടുന്നത്. ഇപ്പം ജാതിക്ക പൊട്ടുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഒരു 25-30% കായ്കൾ പറിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മഴയാകുമ്പോഴാണ് കൂടുതൽ ജാതിക്ക കിട്ടുന്നത്. അതായത് ജൂൺ ജൂലൈ മാസത്തിലാണ്. ആ സമയത്ത് നമ്മൾ ജാതിക്ക കളക്ട് ചെയ്യാനൊക്കെ നമുക്ക് വളരെ പാടാണ്. പക്ഷേ കളക്ട് ചെയ്യുന്ന കർഷകരും നമ്മുടെ ഇടയിലുണ്ട്. കാരണം ജാതിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന കർഷകരുണ്ട്, താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ എല്ലാ ദിവസവും പറിച്ചെടുക്കുന്ന കർഷകർ നമ്മുടെ അടുത്തുണ്ട്. കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ടും നോക്കി തന്നെ കൃഷി ചെയ്യുക. പത്രി പോകും അല്ലെങ്കിൽ പത്രി ലഭിക്കത്തില്ല എന്നുള്ള കാരണം കൊണ്ട് പത്രി ഇല്ലാത്ത ജാതി കൃഷി ചെയ്യാതിരിക്കുക. കാരണം കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന ഒരാൾക്ക് അത് ആദായപ്രദമായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കർഷകന് അതിൽ നിന്നൊരു വരുമാനം ലഭിക്കണമെങ്കിൽ നല്ല പത്രി, അതായത് ഫുൾ കവർ പത്രിയുള്ള ഇതുപോലെ പത്രിയുള്ള ഇത് ചെയ്യുക. ഇതുമ്പോൾ ഇതൊരു പട്ടികജാതിയാണ്. ഇവിടെ നമ്മുടെ കോട്ടയത്ത് തന്നെ ലഭിക്കുന്ന ഒരു നേഴ്സറിയിലെ പ്രമുഖമായ ഒരു നേഴ്സറിയിൽ നിന്ന് നമ്മൾ മേടിച്ച് വെച്ചൊരു തയ്യലുണ്ടായിരിക്കുന്ന പത്രിയാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ ഇത് നോക്കിക്കേ, വേറെ അതിൻ്റെ ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എത്രത്തോളം ഒരു പത്രികയിലുണ്ടായിരിക്കുന്ന ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രത്തോളം ഡിഫറൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആ പത്രികയുടെ പകുതി പോലുമില്ല. അപ്പോൾ ഇത്രയും ഡിഫറൻസൊക്കെ വരുമ്പോൾ കൃഷി ലാഭകരമല്ലാതെ വരും. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഇത് നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റിയുടെ കൂടെ പോകും. ഇല്ലെങ്കിൽ ഈ പത്രി നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു 200 രൂപ തൊട്ട് 400 രൂപ വരെ ഡിഫറൻസ് കുറയാൻ സാധ്യതയുണ്ട്. ഈ പത്രിക്ക് ലഭിക്കുന്നതിനേക്കാളും 400 രൂപയോളം താഴ്ന്നായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെയുള്ള പത്രിക്ക് നമുക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജാതിക്കയുടെ പത്രിക്ക് ഇപ്പം നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഏതൻ സെലക്ഷൻ വെറൈറ്റിയുടെയൊക്കെ പത്രി നിങ്ങൾ നോക്കിയാൽ പൊള്ളാച്ചിയിലൊക്കെ ഇതുപോലെ ഫില്ലായിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാളിറ്റി സാധനം നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. കർഷകർക്ക് വരുമാനം കൂടുതൽ കിട്ടും. എണ്ണവും നമുക്ക് വേണം, അതുപോലെ തന്നെ ക്വാളിറ്റിയും വേണം. ജാതിക്ക ഒരിക്കലും പത്രിക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യാതിരിക്കുക, കായ്ക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യാതിരിക്കുക. രണ്ടിനും വേണ്ടിയിട്ട് കൃഷി ചെയ്യുക. നന്നായിട്ട് പിടിക്കുന്ന ഇനങ്ങൾ, എണ്ണം കൂടുതൽ പിടിക്കുന്ന ഇനങ്ങൾ വെച്ച് പരിപാലിക്കുക. ഇപ്പം നമ്മുടെ തോട്ടത്തിൽ തന്നെ നമുക്ക് ഏകദേശം 20-നടുത്ത് വെറൈറ്റി ജാതികൾ ഉണ്ട്. ജാതികൾ പലതും കായ്ക്കുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അത് കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഡിഫറൻസും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് കൂടുതലായിട്ട് കർഷകരോട് പറയുന്നത്, ദയവായിട്ട് നിങ്ങൾ അത്രയും കായും ഉള്ളത് വെക്കുക. കാരണം പിന്നീട് ഫാമൊക്കെ ഒരു 3-4 ഏക്കർ സ്ഥലത്തൊക്കെ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അവിടെ ലേബേഴ്സിനെ വെക്കേണ്ട വരും. ഇതെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ജാതിക്ക പറിക്കാൻ വേണ്ടിയിട്ട് മാത്രം ലേബേഴ്സിനെ വെക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കർഷകർക്ക് നമ്മൾ പൈസ കൊടുത്ത് പണിക്കാരെ വെച്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇതുപോലെ നല്ല പത്രികളുള്ള വെറൈറ്റികൾ നമ്മൾ നമ്മുടെ തോട്ടത്തിൽ വെക്കുക. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പല നഴ്സറികളിൽ നിന്നും മേടിച്ച തൈകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ തൈകളൊന്നും ഞാൻ മോശമാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള തൈകൾ ഇത് വേറൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ച തൈയാണ്. നമ്മുടെ ഏതിനേക്കാളും ഏതിൻ്റെ അത്രയും വരുന്നൊന്നുമില്ലെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളൊരു തൈകൾ തന്നെയാണ് അത്. ഇതിപ്പം അതുപോലെ തന്നെയാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇത് നമുക്കത്ര തൃപ്തി ഉണ്ടായില്ലെങ്കിൽ വെയിറ്റൊക്കെ ഉണ്ട്, വെക്കാൻ പറ്റുന്ന വെറൈറ്റികളൊക്കെ തന്നെയാണ്. അതേ സ്ഥാനത്ത് അതോടൊപ്പം തന്നെ നമ്മൾ 400 രൂപയോളം വില കൊടുത്ത് മേടിച്ചൊരു തൈയുടെ പത്രിയും കായുമാണിത്. ഇത് നമുക്ക് വെച്ചതുകൊണ്ടോ ഇത് പരിപാലിച്ചതുകൊണ്ടോ ഇത് കൃഷി ചെയ്തതുകൊണ്ടോ നമുക്ക് പ്രത്യേകിച്ച് ലാഭമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കായും പത്രി ഇതുപോലത്തെ പത്രികളാണ് അതിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത്, അതിലുണ്ടാവുന്നത്. അപ്പം അതൊരു ഗുണകരമായിട്ട് കർഷകർക്ക് വരണമെന്നില്ല. അതുപോലെ തന്നെ മഞ്ഞപ്പത്രി ജാതികളും നിങ്ങളൊരു ഓർണമെൻ്റൽ ഐറ്റമായിട്ട് മാത്രം കൃഷി ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ അത് കൊമേഴ്ഷ്യൽ വാല്യൂ കൊടുത്ത് കൃഷി ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ജാതി കൃഷിയെ പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ദയവായിട്ട് ഈ വർഷം കർഷകരിനിപ്പം
നല്ലൊരു നമ്മുടെ നമ്മൾ തൈകൾ കുഴിച്ച് വെക്കുന്നൊരു സമയം വരുവാണ്. അപ്പം ഈ സമയത്ത് നിങ്ങൾ ജാതിത്തൈ മേടിക്കുമ്പോൾ അതിൻ്റെ തൈയുടെ വലിപ്പം നോക്കാതെ നല്ല ക്വാളിറ്റിയുള്ള നല്ല വെറൈറ്റി ആണെന്ന് 100% ബോധ്യമായിട്ട് നമ്മൾ മേടിക്കുക. അപ്പം നല്ല വെറൈറ്റികൾ വെച്ച് പരിപാലിച്ച് കഷ്ടപ്പെടുക. കാരണം 3 വർഷം 4 വർഷം എടുക്കും ഇതിൻ്റെ ആദായം അറിയണമെങ്കിൽ. ശരിക്കും യഥാർത്ഥ ആദായം അറിയണമെങ്കിൽ, ശരിക്കും യഥാർത്ഥ ക്വാളിറ്റി അറിയണമെങ്കിൽ 7ാമത്തെ വർഷം മാത്രമേ മെച്യൂർഡായ ഒരു ജാതിയുടെ യഥാർത്ഥ വലിപ്പം അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. 7 വർഷത്തോളം അല്ലെങ്കിൽ 8 വർഷത്തോളം ഉള്ള കഷ്ടപ്പാട് ഒരു തലമുറ അല്ലെങ്കിൽ 3 തലമുറ വരെ നിലനിൽക്കുന്ന ഒരു കൃഷിയാണ് ജാതി കൃഷി. അപ്പം ഏറ്റവും നല്ല വെറൈറ്റികൾ വെച്ച് പിടിപ്പിക്കുക, നന്നായിട്ടുണ്ടാകുന്ന വെറൈറ്റികൾ വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ അടുത്ത് നമുക്കിപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള തൈകളെന്ന് പറഞ്ഞാൽ ഏതൻ സെലക്ഷൻ നമ്മുടെ വെറൈറ്റിയും പൊള്ളാച്ചി വെറൈറ്റി തൈകളുമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പൊള്ളാച്ചി നമ്മൾ വളരെ കുറച്ചാണ് ഈ വർഷം ചെയ്തത്. ഈ വർഷം തൊട്ടാണ് നമ്മൾ പൊള്ളാച്ചിയുടെ തൈകൾ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വളരെ കുറവാണ്. ഇപ്പം നമുക്ക് ഏതൻ സെലക്ഷൻ്റെ തൈ ഒരു തട്ടായതിന് നമുക്ക് 350 രൂപയും പൊള്ളാച്ചി നമ്മൾ 450 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കാരണം പൊള്ളാച്ചിയുടെ തൈകൾ നമുക്ക് കൂടുതൽ കൊടുക്കാനായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ വില ഈടാക്കുന്നത്. ഈ 2 തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ശ്രീലങ്കൻ്റെ തൈ നമുക്കിപ്പം അതിൻ്റെ ബഡ്ഡൂട്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മഞ്ഞപ്പത്രിയും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. മഞ്ഞപ്പത്രിയും നമ്മൾ ചെയ്യുന്നത് വളരെ കുറച്ചിട്ടുണ്ട്. കാരണം അത് കർഷകർക്ക് അത്ര ഉപകാരപ്രദമല്ല എന്നുള്ള ഒരു ബോധ്യം വന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നിർത്തിയെന്ന് തന്നെ പറയാം. ഇപ്പം നമ്മൾ ഈ വർഷമൊന്നും മഞ്ഞപ്പത്രി നമ്മൾ ബഡ് ചെയ്തിട്ടേ ഇല്ല. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊരു വെറൈറ്റിയാണ് മഞ്ഞപ്പത്രി. പക്ഷേ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ കർഷകർക്ക് നല്ലതല്ലാത്തതുകൊണ്ട് നമ്മളത്